യുവാവിന്റെ ആത്മഹത്യ കെ.എസ്.ഇ.ബി. ജീവനക്കാർ അധിക്ഷേപിച്ചതിനെ തുടർന്നാണെന്ന് കാട്ടി സഹോദരി പോലീസിന് പരാതി നൽകി. കണ്ടലൂർ സ്വദേശിയായ യുവാവാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. യുവാവ് ആത്മഹത്യ ചെയ്തത് കെ.എസ്.ഇ.ബി. ജീവനക്കാർ ആക്ഷേപിച്ചത് മൂലമാണെന്ന് കാട്ടിയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. കഴിഞ്ഞ 18-ന് ജീവനൊടുക്കിയ കണ്ടലൂർ സ്വദേശി അഭിലാഷിന്റെ സഹോദരിയാണ് കായംകുളം ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. 5 വയസ്സും 10 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങൾ ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ഇതിനെല്ലാം സാക്ഷി പറയേണ്ട കെ.എസ്.ഇ.ബിക്കാർ മാത്രമാണ്. കെ.എസ്.ഇ.ബിക്കാരുടെ ആക്ഷേപം പറഞ്ഞെന്നും പറഞ്ഞാണ് ഈ ചെയ്തത്. അവരെ തന്തയ്ക്ക് വിളിച്ച് ആക്ഷേപിച്ചെന്നും പറഞ്ഞ് അവർ ഹരാസ് കുറേ നടത്തി. പക്ഷെ അവരെ ഒന്നും പറഞ്ഞില്ല. അവരെ പറഞ്ഞ വീഡിയോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അവർ പറഞ്ഞത് ഇരിപ്പുണ്ട്. ആ കെ.എസ്.ഇ.ബിക്കാർ വണ്ടി കയറിയിരുന്ന് ആക്ഷേപിച്ചതും ഞാൻ കേട്ടത് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ മോനെ കയറ്റി അതവിടെ നിർത്തി ക്രോസ് ചെയ്ത് എനിക്കിതിൻ്റെ നീതി കിട്ടിയേ പറ്റൂ. ഇത്രയും പ്രശ്നം നടന്നിട്ടും കനകക്കുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ അന്വേഷണിക്കാൻ വന്നില്ല. ഇന്ന് വരുന്ന നാളെ വരുന്നെന്ന് പറയുന്നല്ലാതെ കണ്ട് കെ.എസ്.ഇ.ബിക്കാർ ഞങ്ങൾ പൈസ കൊണ്ടാണ് നാട്ടുകാർ വിളിച്ചു പറഞ്ഞ് ഇതുപോലൊരു മരണം നടന്നു. പിന്നെ ഇവിടെ കറണ്ടില്ലാത്ത വീട്, കറണ്ടില്ല, അവിടെ വന്ന് ഫീസ് കുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവന്മാർ വെല്ലു വിളിച്ച് പറഞ്ഞ് അവന്മാരുടെ പൈസ അടച്ചെങ്കിൽ മാത്രമേ അവന്മാർ വെല്ലു വിടും അവിടെ കെ.എസ്.ഇ.ബി. വന്ന് കറണ്ട് കുത്തത്തുള്ളൂ. കനകക്കുന്ന് കരിയിൽ കിഴക്കതിൽ അഞ്ജു അരവിന്ദാണ് പരാതിക്കാരി. അഞ്ജുവിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ: 2 മാസത്തെ വൈദ്യുതി ചാർജ് കുടിശ്ശിക വീടിനുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥർ വന്ന് വൈദ്യുതി വിച്ഛേദിച്ചു. ഈ സമയം മദ്യലഹരിയിലായിരുന്ന സഹോദരൻ കെ.എസ്.ഇ.ബി. ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് കെ.എസ്.ഇ.ബി. ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും കെ.എസ്.ഇ.ബി. ഓഫീസിലെത്തിയപ്പോൾ അധിക്ഷേപിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് അഭിലാഷിന്റെ മാതാവ് സുനന്ദയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.